മീൻ മേടിക്കാമെന്ന് പറഞ്ഞ ബഷീർ കടയിലേക്ക് ചെന്നാൽ എൻ്റെ കണ്ണു പോണതില്ലേ നേരെ ചെമ്മീൻ തട്ടിലേക്ക് പോകട്ടെ. കാരണം മീത്തിനെക്കാട്ടേക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ചെമ്മീനാടോ. അപ്പോഴേ 1 കിലോ ചെമ്മീത്തിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടി ഞെട്ടി. എന്താണെന്നറിയാമോ? 530 രൂപ. നമ്മക്കൊന്നും മുതലിക്കൂല 1 കിലോ ചെമ്മീൻ മേടിച്ച് കഴിക്കാനായിട്ട്. ഞാൻ എന്ത് ചെയ്ത് 1/2 കിലോ ചെമ്മീൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടി, ഇച്ചിരിക്കോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ദാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മൊരിപ്പിക്കാനായിട്ട് വല്ല കരിഞ്ഞോട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വലിയ മുതുക്കനെ പോലെയൊക്കെ ഇരിക്കും. ഇനി ഇത് ഇളക്കി കൂട്ടി മൂടി വെച്ച് കത്തിച്ച് കഴിയുമ്പോൾ ചുരുണ്ട് കൂടി ഒരു മൂലയ്ക്ക് കിടക്കണ പോലെ ആകും. അപ്പം ഞാനോർത്ത് ഇതെന്ത് എങ്ങനെ തികയും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എന്നാൽ പിന്നെ ഇതിനെ കുറച്ച് മോടിയൊക്കെ പിടിപ്പിച്ച് ഇതിനെ കുറച്ച് മസാലയൊക്കെ ആക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ ചുരുണ്ട് കൂടി കുറച്ചുള്ളി സാധനം. അങ്ങനെ ഇതിലേക്കൊരു വലിയ സവാള അരിഞ്ഞതും, പിന്നെ ഒരു ഇച്ചിരിക്കോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഇത്രത്തോളം തേങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തു. തേങ്ങ അധികമൊന്നും ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതിയിടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി അങ്ങനെ ഇളക്കി കൂട്ടി എടുത്തിട്ടാ. തേങ്ങ കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടാ, നമ്മുടെ ചെമ്മീത്തിൻ്റെ ടേസ്റ്റ് പോകരുതല്ലോ. തേങ്ങാ ചമ്മന്തി പോലെ ആകാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ കുറച്ചിട്ടാൽ മതി എന്ന് പറയണത്. അങ്ങനെ കുറച്ച് നേരം മൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ സവാളയും പിന്നെ തേങ്ങയൊക്കെ നമ്മുടെ ചെമ്മീത്തിലോട്ട് അങ്ങോട്ട് യോജിച്ച് എല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് കിടപ്പുണ്ട്. എന്നാൽ പിന്നെ ഇത് ഞങ്ങൾ നിരത്തിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് ഓർത്തേ. അങ്ങനെ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കണത്. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടും ദുരിതത്തിന് ശേഷമേ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ചോറ് അങ്ങോട്ട് എടുത്തോ. എന്നിട്ടില്ലേ ചെമ്മീനെ അങ്ങോട്ട് മാറ്റി വെച്ച് വേണമെങ്കിൽ കഴിച്ചോട്ടാ. എനിക്ക് ചെമ്മീത്തിനെക്കാട്ടും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ ചെമ്മീത്തിൻ്റെ ആ കൂടെയുള്ള പൊടിയില്ലേ. എൻ്റെ പോലെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചൂട് ചോറിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഇട്ട് വിതറിയിട്ട് പിടിച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ പൊന്നു മക്കളെ സ്വർഗം സ്വർഗം. അതൊക്കെ നിൽക്കട്ടെ. പിന്നെ ഞാൻ നോക്കുമ്പോഴേ ഫ്രിഡ്ജിൻ്റെ അകത്ത് 2 കുക്കുംബർ ഇരിക്കണം. അത് ഞാൻ അവിടെ വാടിക്കൊലഞ്ഞ് കിടക്കണ്ടാലാന്ന് ഓർത്തിട്ട് വെട്ടിക്കണ്ടിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ചുറ്റിനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഓരോന്നിടത്ത് അങ്ങോട്ട് ചെമ്മീൻ കഴിക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.